ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന സിനിമാ നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ വയനാട് മേപ്പാടി 1000 ഏക്കർ റിസോർട്ടിൽ നിന്നാണ് ബോച്ചെ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായി പിടിയിലായത്. മുൻകൂർ ജാമ്യനീക്കം പാളി. ആദായ നികുതി ഫയലിംഗ് ചട്ടങ്ങൾ ലളിതമാക്കിയേക്കും. ജനുവരി മധ്യത്തോടെ ഇതിന്റെ കരട് പ്രസിദ്ധീകരിച്ച് ഫെബ്രുവരി 1 ബജറ്റ് അവതരണത്തിനൊപ്പം പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. അസസ്മെന്റ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയവ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം മാറ്റാൻ ഏകീകരണം കൊണ്ടുവരും. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് നൽകാൻ പദ്ധതി രൂപപ്പെടുത്തുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങളിൽ മരിച്ചത് 1,80,000 പേർ. ഗുരുതര അപകടമുണ്ടായ 3-ൽ 2 പേരും 18-നും 34-നും ഇടയിൽ പ്രായമുള്ളവർ. നിർമ്മിത ബുദ്ധി മേഖലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് ആഗോള ടെക് സ്ഥാപനമായ മൈക്രോസോഫ്റ്റ് ഇലക്ട്രോണിക് IT മന്ത്രാലയവുമായും ഇന്ത്യയിലെ വ്യവസായ പ്രമുഖരുമായും സഹകരിക്കും. 20 ദേശീയ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളിൽ AI പ്രൊഡക്ടിവിറ്റി ലാബ് സ്ഥാപിക്കും. അദാനി ഗ്രൂപ്പ് 500 കോടി രൂപ മുടക്കി കൊച്ചി കളമശ്ശേരിയിൽ 70 ഏക്കറിൽ നവീന ലോജിസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുന്നു. ഫ്ലിപ്കാർട്ട് അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളുടെ വെയർഹൌസുകൾ ഇതിൽ സജ്ജീകരിക്കും. 100 കണക്കിന് പേർക്ക് തൊഴിലവസരമാകുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.